ഹായ് ഗായ്സ്, എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഇന്ന് രാവിലെ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിനെ റിയാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. നടൻ സിദ്ധാർത്ഥ് കുടിച്ച് ലക്ക് കെട്ട് വാഹനം ഓടിച്ച് ഇടിച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ആക്ച്വലി ഈ നടൻ സിദ്ധാർത്ഥ് ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ നടൻ തന്നെയാണോന്നും അറിയില്ല. ഉപ്പുമുളകും സീരിയലിലുള്ളൊരു നടനാണെന്ന് പറയപ്പെടുന്നു. നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ചെയ്തത് ഓൾറെഡി തെറ്റാണ്. മദ്യപിച്ച് വാഹനം കൊണ്ടിടിച്ചു അല്ലേ. അപ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലൊരു കമൻറ്റ് വിട്ടിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് ആ സ്പോട്ടിൽ തന്നെ കമൻറ്റ് ഇട്ടു. അതൊരു വീഡിയോ ആകണം എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. കാരണം തെറ്റിനെ തെറ്റുകൊണ്ടല്ല തിരുത്തേണ്ടത്. തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്തിയിട്ട് ന്യായം പറയുന്നതിൽ ഒരർത്ഥം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അയാൾ ഓൾറെഡി തെറ്റ് ചെയ്തു, ഇറ്റ്സ് ഡൺ, അത് നടന്നു കഴിഞ്ഞു. പിന്നെ അവിടെ എന്ത് കറക്റ്റായിട്ട് ചെയ്യാമെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അത്രയും വലിയ കൊടും പാതകം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കേരളത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ വ്യക്തിയല്ല ഇയാൾ. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഇതിന് ഉത്തരവാദിയാണ്. എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവും. അപ്പം അത് റെസ്ട്രിക്റ്റ് ചെയ്യാതെ മദ്യം വിൽക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് കുടിച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ സംഭവിച്ചൊരു കാര്യം. ദെൻ ഇന്നലെ എൻ്റെ സിസ്റ്റർക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഒരു ടിപ്പർ ലോറി വന്ന് ഇങ്ങോട്ട് ഇടിച്ചിട്ട് ഫുൾ വണ്ടി ചളുങ്ങി. അവർ ലോറിക്കാരൻ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്തായാലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സിദ്ധാർത്ഥ് ഇറങ്ങി ഓടിയിട്ടില്ല. അതിന് പലരും പറയുന്ന അയാൾക്ക് ഓടാനുള്ള അവസ്ഥയിൽ അയാൾ അത്രയും ലക്ക് കിട്ടാൻ നിൽക്കുന്നത്. വോട്ട് എവർ ഇറ്റ് ഈസ്, അയാൾ അവിടെ ഉണ്ട്. അയാൾ ചെയ്ത തെറ്റ് അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളെ കൊണ്ട് ആർക്കാണോ നഷ്ടമുണ്ടായത് ആ നഷ്ടപരിഹാരം ചെയ്യിക്കാൻ ഇവിടെ ന്യായമുണ്ട്, നീതിയുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. പക്ഷെ പോലീസിനെ ഇവരെല്ലാവരെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ജനങ്ങൾ ഇതങ്ങ് കയ്യിലെടുക്കുകയാണ്. ജനങ്ങളുടെ ഒരു റിയാക്ഷൻ വളരെ വളരെ ഭയാനകമായ രീതിയിലായിരുന്നു. അയാളുടെ ഒരു കാല് പിടിച്ച് വളച്ച് ഇവിടെ ഹിപ്പിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തൊരു ബോഡിയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ല പെയിൻഫുൾ ആകും. ദെൻ അയാൾ ഇട്ടിരുന്ന ഷർട്ടിനെയൊക്കെ വലിച്ച് കീറിയിട്ട് ഷർട്ട് കൊണ്ട് കഴുത്തിൽ ഇങ്ങനെ കുരുക്കി വലിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ വോയിസ് ക്രാക്ക് ആകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വലിയാണ്. അതിനെതിരെ ആണ് എൻ്റെ ഈ ഒരു സംസാരം. എനിക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ സീരിയലിൽ കണ്ടോ പോലും എനിക്ക് ഇയാളൊരു നടനാണോന്ന് പോലും അറിയില്ല. എല്ലാവരും പറയും ഇപ്പം ഞാൻ സീരിയൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന്. അങ്ങനെയല്ല. അയാളുടെ കയ്യിൽ നിന്ന് ഓൾറെഡി ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു. അയാളെ പിടിച്ച് മാന്യമായിട്ട് പോലീസിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ അയാളുടെ കാലടിച്ചൊടിക്കാനും അയാളുടെ കഴുത്തിൽ പിടിച്ച് ആ കഴുത്തിൽ പിടിച്ച് കുരുക്കിട്ടത് സ്പെഷ്യലി അയാൾക്കെതിരെയാണ് ഇവിടെ ഏറ്റവും വലിയ ക്രൈം. അയാളാണ് ഏറ്റവും വലിയ ക്രൈം ചെയ്തിരിക്കുന്നത്. മറ്റേ ആൾ ഒരർത്ഥത്തിൽ കുടിച്ച് ബോധമില്ലാണ്ടാണ് ഈ ക്രൈം ചെയ്തിരിക്കുന്നത്. അയാൾ ഇടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അബോധാവസ്ഥയിലാണ്. അയാൾ അബോധാവസ്ഥയിലാകാൻ കേരളത്തിൽ മദ്യം വിൽക്കാൻ ഒരു സഹായം നൽകുന്ന നമ്മുടെ ഗവൺമെൻറ് വരെ അതിന് ഉത്തരവാദിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ ബോധത്തോടു കൂടി നിന്നവർ ചെയ്ത ക്രൈം എന്താ? അയാളുടെ കഴുത്തിൽ തുണി കൊണ്ട് വിരിഞ്ഞ് മുറുക്കുക. അതെന്താ? ഏത് രീതിയിലാണ് അതിനെ ന്യായീകരിക്കപ്പെടേണ്ടതെന്നുള്ളത് മനസ്സിലായില്ല. ഒരു രീതിയിൽ ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. തെറ്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അയാളെ മദ്യപിച്ച അവശനാണെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ച് ലോക്ക് ചെയ്തിട്ട് പോലീസിനെ വിളിച്ച് വരുത്തി ഏൽപ്പിക്കുകയാണ്. അതാണ് ചെയ്യേണ്ടത്. അതിന് പകരം അയാളുടെ ഷർട്ട് വലിച്ചു കീറുന്നു, അയാളെ തറയിലിട്ട് ഉരുട്ടുന്നു, അയാളുടെ കാല് പിടിച്ചൊടിക്കുന്നു, അയാളുടെ കഴുത്തിന് വലിച്ച് മുറുക്കുന്നു. എന്തത്? എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ചെയ്തത് അയാളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. 100% സെലിബ്രിറ്റികളോട് പുറത്ത് വെച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷന് കാണുമ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ കാണിക്കുന്നൊരു മനോഭാവം ഒന്നുമല്ല ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ ജനങ്ങൾ കാണിക്കുന്നതെന്നുള്ളത് വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അവസരത്തിൽ ഇവർ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക പുച്ഛവും ഒരു പ്രത്യേക പട്ടിത്താറ്റും പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു സെലിബ്രിറ്റിയാണ് ആ ഇടിച്ച കാറ് ഓടിച്ചിരുന്നതെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ ലെവലിലേക്കാക്കാൻ നമ്മളുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക മൈൻഡ് സെറ്റ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറം വശങ്ങൾ. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഈ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചില്ലേ, അവന്
ക്രിമിനൽ കേസിന് അവൻ്റെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് നോർമലായിട്ടിരിക്കുമ്പോൾ തന്നെ ഇതാണ്. അപ്പോൾ അവനൊക്കെ അബോധാവസ്ഥയിലാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എനിവേ, സിദ്ധാർത്ഥിനെ ഒരു രീതിയിലും ഞാൻ ന്യായീകരിക്കുന്നില്ല. സിദ്ധാർത്ഥ് ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. പക്ഷെ ആ തെറ്റ് അയാൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ നഷ്ടം, അയാൾ മൂലം നഷ്ടം വന്ന ഒരാൾക്ക് അയാൾ അതിൻ്റെ പ്രതിപകാരം ചെയ്യുക. അല്ലെങ്കിൽ അതിന് നമ്മൾക്കൊക്കെ ഇപ്പോൾ വണ്ടി ഒരു വഴിക്ക് പോകുമ്പോൾ തട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? വണ്ടി ഇടിച്ചു, ഓക്കെ, നമ്മൾക്ക് ഉണ്ടായ നഷ്ടം മറ്റേ ആൾ നികത്തുക, അത് സംസാരിച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ അയാൾക്കത് ബോധമില്ലെങ്കിൽ എന്തായാലും ബോധം വരുന്നവരെ വെയിറ്റ് ചെയ്യുക, നിയമപാലകരെ ഏൽപ്പിക്കുക. ഇതൊക്കെയാണ് മാന്യമായ രീതിയിൽ ചെയ്യേണ്ടത്. ഇത് ഒരു മാന്യതയും മനുഷ്യത്വവും ഇല്ലാത്ത പെരുമാറ്റമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നി. ഇതിൽ എനിക്കെതിരെ വരുന്ന ഏത് കാര്യത്തിനെയും നേരിടാൻ ഞാൻ തയ്യാറുമാണ്. ഞാൻ ആരെയും പേടിക്കുന്നില്ല. കാരണം 100% ഒരാൾ ചെയ്ത തെറ്റ് അയാൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ കയറി ടോർച്ചർ ചെയ്യാൻ ഇവിടെ ഒരു റൈറ്റ്സും ഒരാൾക്കും ഇല്ല.